വെൽക്കം ടു നവറാസ് കിച്ചൺ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു ബീഫ് കറിയാണ്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ബീഫിന് നല്ല എല്ലും യൂസ് ചെയ്തിട്ടുണ്ട്, അതിലെ നെയ്യും നന്നായിട്ട് നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ബീഫ് കറി ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് വലിയ ജീരകം ചേർത്ത് കൊടുത്തു. ഒരു 1/4 ടീസ്പൂണോളം വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഈ ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ തയ്യാറാക്കുമ്പോൾ ഈ എണ്ണയിലേക്ക് ആദ്യം കുറച്ച് വലിയ ജീരകം ഇട്ടാൽ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് 1/4 ടീസ്പൂണിലും കുറവായിട്ട് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ അധികമായി പോയാൽ അതൊരു കയ്പ്പ് വരും, അപ്പോൾ അധികമാവരുത്. മാത്രമല്ല എണ്ണയിൽ കിടന്ന് കരിഞ്ഞു പോവുകയും ചെയ്യരുത്. അപ്പോൾ ഉലുവ ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 വലിയ ഉള്ളി ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തതാണ്. എന്നിട്ട് ഇത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിനെ ഇളക്കി കൊടുക്കുക. നല്ല വഴന്നു വരുന്ന ആ രൂപത്തിൽ തന്നെ. സാധാരണ നമ്മൾ മസാല കൂട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളി എങ്ങനെയാണ് വഴന്നെടുക്കുന്ന ആ രൂപത്തിൽ ചേർക്കുക. ഫസ്റ്റിൽ ഇതുപോലെ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഞാനിതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഉള്ളി ഒരു ഏകദേശം രൂപത്തിൽ ഇങ്ങനെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില കുറച്ച് അധികമായാലും പ്രശ്നമില്ല, കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇതിനൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഉള്ളി നല്ലോണം വഴന്നു വന്നോട്ടെ. ഇപ്പോൾ നമ്മളത് ഉള്ളി ഒരു പാകത്തെ രൂപത്തിലായിട്ടുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. ഞാനിവിടെ ഒരു വലിയ ടൈപ്പിലുള്ള പച്ചമുളക് 2 എണ്ണമാണ്. അത് 4 ആക്കിയിട്ട് മുറിച്ചെടുത്തതാണ്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണിത്. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് വഴന്നതിൻ്റെ ശേഷമാണ് ഈ ക്യാപ്സിക്കം ചേർത്തിട്ടുള്ളത്. ക്യാപ്സിക്കം കുറേ യൂസ് ചെയ്യേണ്ടവർക്ക് കുറേ യൂസ് ചെയ്യാം, കുറച്ചാണെങ്കിൽ കുറച്ച് യൂസ് ചെയ്യാം. ക്യാപ്സിക്കം ഈ ചിക്കനിലേക്കാണെങ്കിലും ബീഫിലേക്കാണെങ്കിലും ഒക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ക്യാപ്സിക്കം ചേർത്ത ശേഷം ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടെ മിക്സ് ആക്കിയിട്ട് പേസ്റ്റ് ആക്കിയതാണ്. അതൊരു 1 ടേബിൾ സ്പൂണോളം ഉണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോകുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു നേരം വരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് റെഡിയായി. ഇനി ഇതിലേക്ക് ഞാനൊരു തക്കാളി അരിഞ്ഞെടുത്തതാണ്. ആ തക്കാളി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് വഴന്ന് വരട്ടെ. ചെറുതായിട്ടൊക്കെ ഒന്നിങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് തക്കാളി. ഈ സമയത്ത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ആക്കി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കൂടെ ഉടഞ്ഞ് കിട്ടും തക്കാളി. അങ്ങനെ ഇപ്പോൾ ഇത് നന്നായിട്ട് ആ ഒരു മസാല അതിലുള്ള പച്ചക്കറി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തക്കാളി ഉടഞ്ഞ് കിട്ടും. മറ്റുള്ള പൊടികൾ ചേർക്കുന്നതിൻ്റെ മുന്നേ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നത് നല്ലതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഈ മുളക് പൊടി ഞാനൊരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എരിവനുസരിച്ച് കൂട്ടും കുറക്കും ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അത് ഈ കറിക്ക് ഒരു കളറും കിട്ടും. അത് വലിയ എരിവുള്ള ടൈപ്പല്ല, എന്നാലും അതിനൊരു കളറും കിട്ടും. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ബീഫ് മസാലയാണ്. ബീഫ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഈ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ തന്നെ ചേർക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിൽ കുറവായിട്ട് കുറച്ച് ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട്. ഇത്രയും മസാലകൾ ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മല്ലിപ്പൊടി കുറഞ്ഞു പോകണ്ട, 1 ടേബിൾ സ്പൂൺ തികച്ചും ഉണ്ടായിക്കോട്ടെ. ബീഫിലേക്ക് മല്ലിപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് കുറച്ച് മുന്തി നിൽക്കുന്നത് കുറച്ച് നല്ലതാണ്. ഇനി നന്നായിട്ട് ഇതിനെ നമുക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മസാല ഒന്ന് ഡ്രൈ ആയിട്ടാണുള്ളത്. അതിലെ പൊടികളൊക്കെ മിക്സായിട്ട് അതിൻ്റെ ആ ഒരു പൊടികളൊക്കെ ഒന്ന് ചൂടായി വരുന്ന ആ ഒരു ടൈം എടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് ഇതിലേക്ക് ഓപ്ഷണലാണ്, എന്നാലും ഇതിന് ടേസ്റ്റ് ഉണ്ടാവും അത് ചേർത്ത് കഴിഞ്ഞാൽ. നിർബന്ധമില്ലാന്ന് മാത്രം. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്തിട്ട് നമുക്ക് ഈ കൂട്ടിനെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം.
നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഈ സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരും. ഇങ്ങനെ നന്നായിട്ട് ഇതിനെ ഒരു പേസ്റ്റ് രൂപത്തിൽ ഇങ്ങനെ ആക്കിയെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ ഞാൻ ഇതിലേക്കുള്ള ബീഫ് ആദ്യം കുക്കറിൽ വേവിച്ചെടുത്തതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തതാണ്. അപ്പോൾ അതിലെ വെള്ളം, അതിൽ ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഈ വെള്ളം ഒന്ന് നല്ലോണം തിളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. ആ ബീഫ് ഞാനൊരു അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് ബീഫ്. പിന്നെ കുറച്ച് നേരം ഇതിൽ കിടന്ന് തിളക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി ഇതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ കൂട്ടിവിടെ നന്നായി തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ബീഫ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള ബീഫ് കുറച്ച് അധികം വേവില്ലാത്ത ടൈപ്പ് ബീഫാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളതിൽ എല്ല് കൂടുതൽ യൂസ് ചെയ്യാൻ നോക്കുക. അതിൽ എല്ലും നെയ്യൊന്നും കളയാതെ ഉപയോഗിക്കാൻ നോക്കുക. ബീഫിലെ നെയ്യൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കളയാതെ സൂക്ഷിക്കുക. ഇതുപോലെ കറികളിലാണെങ്കിലും നമ്മൾ ഇനിയിപ്പോൾ ബീഫ് വഴറ്റുന്നതിലാക്കുകയാണെങ്കിലൊക്കെ ആ ഒരു നെയ്യ് നല്ലതാണ്. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയും കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് ആ ബീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബീഫ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് അത് നമ്മളൊന്ന് തിളക്കാൻ വെയിറ്റ് ചെയ്യണം. കാരണം ആ മസാലയൊക്കെ ആ ബീഫിൽ നന്നായി പിടിക്കാനാണ്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് എത്രയാണോ അത് ഒരു ഏകദേശം ഞാൻ ചേർത്തുള്ള ഒരു 2 നുള്ള് കസൂരി മേത്തി എന്ന് പറയാം. അത്രയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കണം. അതിന് മുന്നായിട്ട് ഞാനിതിലേക്ക് കുറച്ച് പാഴ്സി ലീവ്സ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും കൂടി കൂട്ടി അരിഞ്ഞതാണ്. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാണ്, മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ബീഫ് കറി വേണ്ടത്. ഇതിൽ കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബീഫിൻ്റെ വെള്ളം ചേർത്ത സമയത്ത് കുറച്ചുകൂടി അധികം എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ ഒരു രൂപത്തിലാണ് കറി ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമ്മൾ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് അപ്പത്തിൻ്റെ കൂടെ സാധാ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.